മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനായിട്ട് വൈകുന്നതിൻ്റെ ഒരു കാരണം? വൈകുന്നില്ല, ഏറ്റവും രാവിലെ തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇവിടെ 7 മണിക്ക് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ മൃതദേഹമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് 7:15 തന്നെ അതിൻ്റെ നടപടികളെല്ലാം അവർ ആരംഭിച്ചു. നമുക്ക് 8 മണിയോടുകൂടി ഇവിടുന്ന് ബോഡി എല്ലാം റെഡിയാക്കി നമുക്ക് കിട്ടും. വീട്ടിലേക്ക് 8:30 വീട്ടിലേക്ക് 8:30 നമുക്ക് എത്താം. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 11 മണിക്ക് തന്നെ സംസ്കാരം നടത്താനാണ് 11 മണിക്ക് തന്നെ സംസ്കാരം നടത്താനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ജനബാഹുല്യമൊക്കെ കൂടുതലാണെങ്കിലും നമുക്ക് അതനുസരിച്ച് എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്താം എന്നാണ് വിചാരിക്കുന്നത്. വാർഡിലെ ഒരു അംഗമാണ് ബിന്ദു, കുടുംബശ്രീയിലെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വിവിധ തരത്തിൽ സജീവമായിരുന്നു എന്നാണ് പറയുന്നത്. മെമ്പർ എങ്ങനെയാണ് ബിന്ദുവിനെ നോക്കുന്നത്? ബിന്ദു ഒരു നല്ല കുടുംബിനിയായിരുന്നു. ഒരു നിർധന കുടുംബാംഗമാണെങ്കിലും മക്കൾക്ക് വേണ്ടി വളരെയധികം ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബിനിയാണ് ബിന്ദു. അതുപോലെ തന്നെ അവർ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 2.5 സെൻറ്റിലുള്ള ഒരു ചെറിയ സ്ഥലവും മാത്രമേ അവർക്കുള്ളൂ. ഒരു കുഞ്ഞു വീടും. ഇവരെ ഭർത്താവ് വിശ്വതനൊരു കൂലിപ്പണിക്കാരനാണ്. പിന്നെ ബിന്ദുവിൻ്റെയും അവർ 2 പേരും കൂടെ അധ്വാനിച്ചാണ് കുട്ടികളെയൊക്കെ ഇത്രയും പഠിപ്പിച്ച് മോനെ എൻജിനീയറിങ്ങും മോളെ ഇപ്പോൾ മെഡിസിനൊക്കെ നഴ്സിങ്ങിനൊക്കെ അയച്ചത്. അവരുടെ ഒരു കഠിന പ്രയത്നം തന്നെയാണ്. അപ്പോൾ ബിന്ദുവിൻ്റെ ഒരു വിയോഗം നമുക്ക് ഞങ്ങളുടെ വാർഡിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിന് തന്നെ ഒരു വല്ലാത്തൊരു ദുഃഖമാണ്. നമുക്ക് ഒരു ജീവന് പകരം വയ്ക്കാൻ ഒന്നും ആവില്ല, പക്ഷേ ഈ ബന്ധുക്കളടക്കം പറയുന്ന അവരുടെ സാമ്പത്തിക ബാധ്യത അടക്കം തീർക്കണം എന്നാണ്. അപ്പോൾ മെമ്പർ എന്നുള്ള നിലയിൽ അവരെ അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇനി അവർക്ക് വേണമെന്ന് പറയുന്നത്? തീർച്ചയായും അവരുടെ സാമ്പത്തിക ബാധ്യതകളും ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷനും പിന്നെ ആ കുടുംബത്തിന് അത്താണിയാകാവുന്ന രീതിയിൽ ഒരു ജോലിയും കൂടെ ലഭിക്കുകയാണെങ്കിൽ അതൊരു വലിയ സഹായമായിരിക്കും ആ കുടുംബത്തിന്. ഓക്കെ, താങ്ക് യു.